ഹലോ ഗുഡൻ ടാഗ്സ്. എൻ്റെ കയ്യിലുള്ള പ്രിപ്പയറിങ് മെറ്റീരിയൽസ് ആണ് ഇതൊക്കെ. ഈ മെറ്റീരിയൽസൊക്കെ ഞാൻ എവിടുന്ന് ഡൗൺലോഡ് ചെയ്തു, എനിക്ക് എങ്ങനെ കിട്ടിയെന്നാണ് ഇന്നത്തെ വീഡിയോ. കേരള ടു ഡോയ്ച്ച്ലൻഡ് ജേണിയാണ് എൻ്റെ ഈ ഒരു ചാനലിലൂടെ ഞാൻ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ എൻ്റെ ലൈഫ് സ്റ്റൈൽ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഇന്നത്തെ എൻ്റെ ഒരു കംപ്ലീറ്റ് ജേണിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് ഗെറ്റ്. പിന്നെ ഒരു ചെറിയൊരു അപ്ഡേറ്റ് ഉണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുന്ന കാര്യം. ആ ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഡോയിഷ് പഠിക്കുന്ന സ്റ്റുഡൻസ് മാത്രം ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ സ്ക്രിബ്ഡ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് പരിചയപ്പെടുത്തല്ല, ഇന്നത്തെ നമ്മുടെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം. അടുത്ത 7 ദിവസം വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങൾ പരിചയപ്പെടുത്തുന്നതിൻ്റെ ഇന്നാണ് അടുത്തത്. അതായത് സ്ക്രിബ്ഡ് എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റാണ്. ഇതാണ് വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് PDF അവൈലബിൾ ആണ്. 1ഉം 2ഉം അല്ല, ലക്ഷക്കണക്കിന് PDF അവൈലബിൾ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് സ്ക്രിബ്ഡ്. ഈ ഒരു വെബ്സൈറ്റിൽ കയറി നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ, അതായത് കറക്റ്റായിട്ട് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട A to Z എല്ലാ മെറ്റീരിയൽസും അവൈലബിൾ ആണ്. അതായത് ഇതിൽ അവൈലബിൾ അല്ലാത്ത ഒരു സാധനവുമില്ല. പക്ഷേ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ B1 ഷ്രൈബൻ, അത് B1 ഷ്രൈബൻ എന്ന് മാത്രം ആയിരിക്കില്ല, പല രീതിയിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വരും. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതായത് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഇതിനകത്ത് എല്ലാം അവൈലബിൾ ആണെന്ന് പറയാനായിട്ടുള്ള കാരണം, നമ്മൾ ഗൂഗിൾ ലെൻസ് വെച്ചിട്ട് ഞാൻ ഒരു 1-2 ഡോക്യുമെൻറ്റ്സ് സംഭവം സ്കാൻ ചെയ്തു. അങ്ങനെ സ്കാൻ ചെയ്ത സമയത്ത്, ഡോക്യുമെൻ്റ് അല്ല കേട്ടോ, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സ്കാൻ ചെയ്ത സമയത്ത് ഈ ഒരു വെബ്സൈറ്റ് ആണ് ആദ്യം കാണിച്ചത്. ഞാൻ നോക്കിയപ്പോൾ അതുണ്ട്. സോ ആ ഒരു സംഭവം ഒരു കാരണവശാലും വരാത്തൊരു സാധനമാണ്, പക്ഷേ ഈ ഒരു വെബ്സൈറ്റിലുണ്ട്. കറക്റ്റായിട്ട് സെർച്ച് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഈ വെബ്സൈറ്റിൽ ഒരുപാട് സംഭവങ്ങൾ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ഇഷ്ടം പോലെ സാധനങ്ങൾ കിട്ടും. കറക്റ്റായിട്ട് സെർച്ച് ചെയ്ത് എടുത്താൽ മതി. സ്ക്രിബ്ഡ് എന്നാണ് വെബ്സൈറ്റ്. അപ്പോൾ ഞാനിത് വേറെ ഏതൊരു ചേച്ചിയുടെ യൂട്യൂബ് ചാനൽ, ജർമ്മനിയിൽ എത്തിയ ഒരു ചേച്ചിയുടെ യൂട്യൂബ് ചാനലിൽ നിന്നാണ് എനിക്ക് ഈ ഒരു വെബ്സൈറ്റ് കിട്ടിയത്. ഏകദേശം 1 ഇയർ എഗോ ആണ് എനിക്ക് ഈ ഒരു വെബ്സൈറ്റ് കിട്ടിയത്. ഇതുപോലെ തന്നെ PDF കിട്ടുന്ന വേറൊരു വെബ്സൈറ്റ് ഉണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോകളിൽ പറഞ്ഞുതരാം. പതിവ് പോലെ ഇന്നും നേരം വൈകി ബസ് കിട്ടുമോ എന്ന് എനിക്കൊരു സംശയമാണ്. എൻ്റെ ഒരു അത്യാഗ്രഹത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായില്ലേ, DJ Pocket 3 എന്ന് പറയുന്ന ഈ ഒരു സംഭവമാണ് ആ ഒരു അത്യാഗ്രഹം. എന്തെങ്കിലുമൊക്കെ ഞാൻ അത് വാങ്ങും. ഓക്കെ, ആമ്പല്ലൂരുള്ള എഡു യൂണിവേഴ്സിറ്റിക്കാണ് കേട്ടോ ഞാൻ പോയത്. എൻ്റെ പരിപാടി കഴിഞ്ഞ് ഞാൻ തിരിച്ചിറങ്ങാണ്. എൻ്റെ ഒപ്പം അൽ സുൽത്താനും കൂടെ ഉണ്ട്. സുൽത്താൻ വ്ളോഗറാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഞാനും സുൽത്താനും കൂടിയായിരുന്നു ഇന്ന് പോയിട്ടുണ്ടായത്. അപ്പോൾ എൻ്റെ ഷൂട്ടിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സുൽത്താൻ വന്നത്. പക്ഷേ അവൻ വന്നതുകൊണ്ട് 2 മണിക്കൂർ ഉണ്ടായ എൻ്റെ ഷൂട്ട് 5 മണിക്കൂറായിട്ട് എനിക്ക് തീർക്കാൻ പറ്റിയില്ല. അത്രയും ഹെൽപ്പ് തന്നു. അതാണ് അവൻ്റെ വായയുടെ പവർ. വർത്താനം നിർത്തില്ല, വാചേടി മാത്രമേ ഉള്ളൂ. അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നമ്മൾ ഷൂട്ട് ചെയ്തു വിട്ടാ. അതായത് സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് ഓർഗാനിക് കുറച്ച് കണ്ടന്റ്സ് ഉണ്ട്. ഞാൻ മാനേജ് ചെയ്യുന്ന എഡു യൂണിവേഴ്സിന്റെ പേജിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ജർമ്മൻ പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആവും. കാരണം ഒരുപാട് ജർമ്മന്റെ സംഭവങ്ങളാണ് നമ്മളിപ്പോൾ റീലായിട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അൽ സുൽത്താൻ ആണെങ്കിൽ ഒരൊറ്റ വിചാരമുള്ളൂ, ചായ കുടി. ഇന്ന് 3ാമത്തെ വട്ടമാണ് ചായ കുടിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ച് പിരിയുവാണ്. ഒടുക്കത്തെ വെയിലായിരുന്നു ബസ് സ്റ്റോപ്പിൽ. ഏകദേശം 1 മണിക്കൂർ ഞാൻ ആ വെയിലത്ത് വന്നപ്പോൾ അത്യാവശ്യം ഈ ഒരു സമയമായി. ആക്ച്വലി ഞാൻ നല്ല രീതിക്ക് ടയേർഡാണ്. കാര്യം കുറേ നേരം വെയിൽ കൊണ്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ടയേർഡായിപ്പോയി. ബസ് കിട്ടാൻ കുറച്ച് നേരം വൈകി. ബസ് സ്റ്റോപ്പിലാണെങ്കിൽ ഒടുക്കത്തെ പൊള്ളുന്ന വെയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തലവേദനയായിരുന്നു. വന്ന് ഒരു അരമണിക്കൂർ കിടന്നപ്പോഴാണ് ഞാനൊന്ന് ഓക്കെ ആയത്. സോ ഗൈസ്, ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ചീസ്.